ഇനി 24 ബ്രേക്കിംഗ് ന്യൂസ്. തനിക്കെതിരായ പീഡന പരാതി വ്യാജമാണെന്ന് ജാമ്യാപേക്ഷയിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് രേഖപ്പെടുത്തുന്നു. സംഭവം നടന്നു എന്ന് പറയുന്നത് ജനുവരിയിലാണെന്നും എന്നാൽ പരാതി നൽകിയത് 2 മാസത്തിന് ശേഷമെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രഞ്ജിത്തിന്റെ ആരോഗ്യാവസ്ഥ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുമെന്നും നമുക്ക് വിവരം ലഭിക്കുന്നു. ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ പരിഗണിക്കും. രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ പരാതിയിൽ കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അതിൽ കൂടി ഇല്ല കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ലീഗൽ ഒപ്പീനിയൻ ഒന്നും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു. ഇന്ന് 12 മണിക്കാണ് എറണാകുളം മാജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതി 1 രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. രഞ്ജിത്തിന് വേണ്ടി അഭിഭാഷകനായ സിയാദ് ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രധാനമായും ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം ഉന്നയിക്കാൻ പോകുന്നത് ഈ സംഭവം നടന്നത് അത് ജനുവരിയിലാണ്, പക്ഷേ പരാതി നൽകുന്നത് മാർച്ച് 28-ാം തീയതി. ഈ പരാതിയുടെ കാലതാമസം അത് കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. ഒപ്പം രഞ്ജിത്ത് അഭിഭാഷകനോട് പറഞ്ഞത് ഈ പരാതി വ്യാജമെന്നാണ്, അത് താൻ വിശ്വസിക്കുന്നു എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കുന്നതുകൊണ്ട് പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ, മറ്റെന്തെങ്കിലും ദുരൂഹമായ ഇടപാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയിൽ അക്കാര്യങ്ങളൊക്കെ കോടതിയിൽ പറയും എന്നാണ് പ്രതിഭാഗം വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രഞ്ജിത്തിന്റെ ആരോഗ്യാവസ്ഥ. കുറച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണ് രഞ്ജിത്ത്. അതുകൊണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാം, അതുകൊണ്ട് ജാമ്യം നൽകിക്കൊണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാം എന്ന നിലപാടായിരിക്കും രഞ്ജിത്തിന്റെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ സ്വീകരിക്കുക. 12 മണിയോടുകൂടി തന്നെ ഹർജി പരിഗണിക്കും. ഒപ്പം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അതും പ്രധാനമായി ഉയർത്തിക്കാട്ടാനാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയത് നേരിട്ട് കോടതിയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമില്ല. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് മെഡിക്കൽ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിനുശേഷം ഓപ്പൺ കോർട്ടിൽ കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വളരെ ഒരു അതിവേഗ ധൃതി ഈ കോടതിയിൽ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 4 കാര്യങ്ങളായിരിക്കും രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് 12 മണിക്ക് അഭിഭാഷകൻ ഉന്നയിക്കുക. വലിയ പ്രതീക്ഷയിലാണ് പ്രതിഭാഗമുള്ളത് ജാമ്യം ലഭിക്കുമെന്ന്. അതോടൊപ്പം തന്നെ പരാതി വ്യാജമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഭാഗം. എറണാകുളം മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതി 1 ആണ് രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.